എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ലൊരു മിഠായിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നൊരു പായസമാണ് കേട്ടോ നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. അത് തന്നെയല്ല നമുക്കിത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ തന്നെ അത് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പായസം റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അവലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അവലാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് വെള്ള അവിലാണ്. നിങ്ങൾക്കിനി ചുവന്ന അവില കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. നമ്മളിത് കുതിർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ തന്നെ നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. ഇത് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഊറ്റിയെടുക്കട്ടെ. കണ്ടോ ഇപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ പായസം റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഈ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാരമലായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കണ്ടോ ഇതിൻ്റെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ ഷുഗർ കാരമൽ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ ഒരുപാട് ഡാർക്ക് കളറാക്കി എടുക്കരുത്. നല്ല ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ പായസത്തിന് ചെറുതായിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 2 ലിറ്റർ പാലാണ് ട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുത്തപ്പോൾ കാരമലായത് ഒന്ന് ക്രിസ്റ്റൽ പോലെ ആയിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല കേട്ടോ. ഈ പാല് ചൂടാവുന്നതനുസരിച്ചിട്ട് അത് മെൽറ്റായിട്ട് വന്നോളും. ഇനി നമുക്ക് ഈ പാല് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള അവിലില്ലേ, അത് കണ്ടോ ഇപ്പോൾ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അത് വെച്ചിട്ട് തന്നെ നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഒരു 20 മിനിറ്റ് വേണം കേട്ടോ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് വിസിൽ വരേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ 20 മിനിറ്റിനുള്ളിൽ നമ്മളെ കുക്കറിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരുമല്ലോ. ഇനി വിസിൽ വരാമെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരു വിസിൽ വന്നെന്ന് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിന് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 20 മിനിറ്റ് കഴിയട്ടെ. അതിനുശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ ഇപ്പോൾ നമ്മുടെ പായസം നോക്കിയേ നല്ല രീതിയിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കളറായിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ പാവലൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലയ്ക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിപ്പോൾ ഷുഗർ കാരമൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി മധുരം നോക്കിയിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി ട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ.
ഇപ്പോൾ കുറച്ച് നേരം തിളപ്പിച്ചെടുത്തു. അപ്പോൾ കണ്ടോ പായസം എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും നമ്മൾ ഒരുപാട് അങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കരുത്. കാരണം അവലായതിൻ്റെ പേരിൽ ഇത് കുറച്ച് നേരം ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും ഈ പായസം ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ പായസം നല്ല രീതിയിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ ശരിക്കും നമ്മൾ പാലട പായസമൊക്കെ ഇല്ലേ അതേ രീതിയിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് നെയ്യിൽ കാഷ്യൂസ് റൈസിൻസ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ സാധാരണ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പോലെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ ഈ പായസത്തിന് ഒരു പ്രത്യേക ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കാരമലൈസ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗർ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് തന്നെ എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ടൊക്കെ വന്നു. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഈ ഒരു ഇതിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് നേരം ഇതൊന്ന് തിളച്ച് വരട്ടെ. കണ്ടോ ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പഴമെല്ലാം ഇതിൽ കിടന്നിട്ടൊന്ന് കുക്കായിട്ട് വരണം. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് അപ്പോൾ പഴമെല്ലാം ഇതിൽ തന്നെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ ഈ ഒരു ഇതിൽ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗർ കാരമൽ എല്ലാം നോക്കി നന്നായിട്ട് തന്നെ ഒന്ന് തിക്കായിട്ടൊക്കെ വന്നു. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പായസമല്ലേ അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആ പഴമൊക്കെ ഇങ്ങനെ കാരമലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തതിൻ്റെ പേരിലൊക്കെ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.